ട്രേഡേഴ്സ് ഇന്ന് മെയ് 21 ബുധനാഴ്ച ദിവസം. അപ്പം ഇന്ന് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് മാർക്കറ്റിന് ഓപ്പണിംഗിൽ നമുക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോൾ സൈഡിലോട്ട് എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ലോജിക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം, അതായത് മെയ് 20 ചൊവ്വാഴ്ച ദിവസം മാർക്കറ്റ് മോർണിംഗ് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോൾ ആയിരുന്നു. ഒരു ട്രെൻഡിങ് ഡൗൺഫോൾ ഡേ ആയിരുന്നു. ഒരു യാതൊരു റിക്കവറി ഇല്ലാതെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന വരെ ഒരു വൺ വേ ഫോൾ ആയിരുന്നു തൊട്ട് തലേ ദിവസം. അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിൽ അതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ആ ലെവൽ എന്ന് പറഞ്ഞ ഏകദേശം, അതായത് മെയ് 15 ഷാർപ്പായിട്ടുള്ള ഒരു റാലി നടന്ന ലെവലിന് അടുത്തായിട്ടാണ് ഏകദേശം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതായത് തൊട്ട് തലേ ദിവസം യാതൊരു റിക്കവറി ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വേ ഫോള്, പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ഡേയില് ഷാർപ്പായിട്ടുള്ള റാലി നടന്ന ലെവലിനടുത്ത് വന്ന് ക്ലോസ് ചെയ്തു. അപ്പം ഇങ്ങനത്തെ ക്ലോസിങ്ങുകൾ സംഭവിച്ചു കഴിയുമ്പോഴത്തേന്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് തൊട്ടടുത്ത ദിവസം രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അതായത് മാർക്കറ്റ് ഒരു ദിവസം അന്നത്തെ ദിവസം ലോയ്ക്ക് അടുത്തായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഒന്നെങ്കിൽ വീണ്ടും ഈ ഒരു ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതൊരു സിനാറിയോ. രണ്ടാമത്തെ സിനാറിയോ എന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ റിവേഴ്സിൽ വരും. അതിന്റെ കാര്യം, അതായത് ഇവിടെ സെല്ല് ചെയ്ത് ആ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പം അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്? അതായത് മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം എക്സ്ട്രീംലി ബിയറിഷ് ആയിരുന്നു. മാർക്കറ്റ് തൊട്ടടുത്ത ദിവസവും ഈ ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഹോപ്പിലായിരിക്കും ഇവർ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അതിന് വിപരീതമായിട്ടാണ് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ആ ഒരു ക്ലോസിങ്ങിന് മുകളിലായിട്ടാണ് ഓപ്പൺ ചെയ്തത്. അപ്പം എന്താ സംഭവിക്കുന്നത്? വീണ്ടും ഇത് ഇവിടുന്ന് ഫോളോ ചെയ്ത് ഈ ലോയും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയില്ല എങ്കിൽ ഇവിടെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന സെല്ലേഴ്സിന് അവർ ട്രാപ്പിലാവും, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ സെല്ലിംഗ് പൊസിഷൻസ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇതിനെയാണ് നമ്മൾ ഷോർട്ട് കവറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഷോർട്ട് കവറിങ്ങിന്റെ കൂട്ടത്തില് മോർണിംഗിൽ ഈ ഒരു ബുള്ളിഷ്നെസ് കണ്ടുകൊണ്ട് വീണ്ടും ഫ്രഷ് ബയസും കൂടെ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഒരു ഷാർപ്പായിട്ടുള്ള അപ്മൂവ്മെന്റ് നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെ ക്ലോസിങ്ങുകൾ മാർക്കറ്റിൽ സംഭവിക്കും. അതായത് അന്നത്തെ ദിവസം, ഞാൻ പറയുന്നത് അന്നത്തെ ദിവസത്തിന്റെ ലോയ്ക്ക് അടുത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ദിവസം മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിൽ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ലോയെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 90% ചാൻസും അത് അവിടുന്ന് ആ ഒരു സപ്പോർട്ടിൽ നിന്നും അത് അവിടുന്ന് റിക്കവർ ചെയ്ത് മുകളിലോട്ട് സ്പൈക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നമുക്ക് മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ തന്നെ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതായിട്ട് മാർക്കറ്റ് തരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്ലോസിങ്ങുകൾ സംഭവിക്കുമ്പോഴത്തേനും തൊട്ടടുത്ത ദിവസം മോർണിംഗിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മുൻധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇപ്പൊ ഇന്നലെ അങ്ങനെ ഒരു ദിവസത്തെ ക്ലോസിംഗ് ആയിരുന്നു. അപ്പൊ ഇന്ന് മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ നമ്മൾ എന്തായാലും മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കോൾ സൈഡിലോട്ട് മാത്രം നമ്മൾ എൻട്രി എടുക്കും എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അസംഷൻ നമ്മൾ ഇരിക്കുമ്പോഴത്തേനും മാർക്കറ്റിന് ഓപ്പണിങ്ങിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് മോർണിംഗിൽ നമുക്കിപ്പം ഈ ഒരു ഇത്രയും, അതായത് നമ്മൾ കോൾ സൈഡിലോട്ട് മാത്രം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തുള്ള ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് മുകളിലാണെങ്കിൽ, ഇൻ കേസ് മാർക്കറ്റ് PDയിൽ താഴെ ഓപ്പൺ ചെയ്ത് വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റപ്പ് നമുക്ക് ട്രിഗർ ആകത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്ലോസിങ് സംഭവിക്കണം തൊട്ട് തലേ ദിവസം. അതുകൂടാതെ മാർക്കറ്റ് ഇന്ന് അതിന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഈ PDയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇന്ന് മോർണിംഗിൽ നമ്മളിപ്പം ഇതിപ്പോ 5 മിനിറ്റ് ചാർട്ട്, അപ്പൊ ഞാനിപ്പോ ഇത് 1 മിനിറ്റിലോട്ട് ഒന്ന് മാറ്റാം. 1 മിനിറ്റിലോട്ട് മാറ്റി കഴിയുമ്പോഴത്തേനും ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് 1 മിനിറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതാണ് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിലാണ്. ഇവിടെ കാണാൻ പറ്റും.
അതിനുശേഷം രണ്ടാമത്തെ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ, അത് കൃത്യം ഇന്നലത്തെ ക്ലോസിന്റെ അവിടെ സപ്പോർട്ട് എടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ആദ്യത്തെ ക്യാൻഡിലിന്റെ ലോയെ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഹ്യൂജ് റെഡ് ക്യാൻഡിലിന്റെ ലോ അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ നിങ്ങൾ അപ്പം ഇവിടെ നമ്മൾ ഈ ലെവലിൽ ഏകദേശം 24,700 ഇവിടുത്തെ അറ്റ് ദ മണി സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം 24,700 അറ്റ് ദ മണിയുടെ സിയുടെ ചാർട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 24,700 നാളെ എക്സ്പയർ ചെയ്യുന്ന സിയുടെ ചാർട്ട്. ഇത് 1 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വളരെ നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട്. അതായത് നമുക്ക് ചാർട്ടിൽ നിന്ന് നമുക്ക് അതായത് നമ്മൾ കോൾ സൈഡിലോട്ടാണ് എൻട്രി എടുക്കേണ്ടതെന്ന് നമുക്ക് ഹിഡൻ ആയിട്ട് മാർക്കറ്റ് തരുന്ന ഒരു സിഗ്നലും കൂടെ ഞാനത് പറഞ്ഞു തരാം. അതായത് നമ്മളിവിടെ കണ്ടു, അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ, അതായത് ഈ നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ ലോയെ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷെ നിങ്ങൾ ഇവിടെ പ്രീമിയം ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതാണ് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ, രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ, മൂന്നാമത്തെ 4-മത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഒന്നും തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ലോയെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇത് നമുക്ക് മാർക്കറ്റ്, അതായത് എന്താണ് മാർക്കറ്റിൽ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളതിന്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സിഗ്നൽ. അതായത് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതായത് മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി താഴോട്ട് പോകാൻ പോവാണ്, നമ്മൾ പുട്ട് സൈഡിലോട്ട് നമ്മൾ എൻട്രി എടുക്കും. പക്ഷെ നിങ്ങൾ ഈ പ്രീമിയം ചാർട്ടിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു ഇൻസൈഡ് ബാർ, അതായത് ആദ്യത്തെ ക്യാൻഡിൽ 1 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, രണ്ടാമത്തെ 3-മത്തെ 4-മത്തെ 5-മത്തെ എല്ലാ ക്യാൻഡിലുകളും ഇതിനകത്ത് തന്നെ ഫോം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാറിന്റെ ഒരു റേഞ്ച് കിട്ടി. ഇങ്ങനെ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ പ്രീമിയം ചാർട്ടിൽ ഫോം ചെയ്യുമ്പോൾ അപ്പത്തന്നെ നിങ്ങൾ അതിന്റെ ഹൈയും, അതായത് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പം ഈ റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പം നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിൽ നമുക്ക് 2 എൻട്രി പോയിന്റ് ഉള്ളത്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഇൻസൈഡ് ബാറിന്റെ റേഞ്ചിന്റെ ലോയിൽ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, അതായത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ലോയിലാണ്. അപ്പം ഈ ലോയിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോഴത്തേക്ക് ഗുണം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമുക്കിപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടി ഇവിടെ. അതായത് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് സ്പോട്ട് ചാർട്ടിൽ തൊട്ട് താഴെ PDL എന്ന് പറഞ്ഞൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ കോൾ സൈഡിലോട്ട് എൻട്രി പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. മാർക്കറ്റിൽ ഓപ്പണിംഗിൽ നമുക്ക് ഒരു ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം നമ്മൾ കോൾ സൈഡിലോട്ടുള്ള എൻട്രി ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിപ്പോ ഇതാണ് നമ്മുടെ ഏറ്റവും ലോയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേനും ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ലെവലിന് അടുത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 രൂപ പോലും നിങ്ങൾക്ക് SL എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം 5 പോയിന്റ് വരെ നമുക്ക്, അല്ലെങ്കിൽ 2-3 രൂപ SL ഇട്ടാൽ പോലും നമുക്കിത് അടിക്കുവാണെങ്കിൽ തന്നെ, നമുക്ക് SL അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നഷ്ടം വലുതായിട്ട് ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കുമ്പോഴത്തേനും നമ്മൾ ഈ 2 പോയിന്റ് നമുക്ക് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒന്ന്, ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ റേഞ്ചിന്റെ ലോയിൽ വരുമ്പോഴത്തേനും നിങ്ങൾ ധൈര്യമായിട്ട് എൻട്രി എടുക്കുക. മാക്സിമം 5 പോയിന്റ് SL ഇട്ടുകൊണ്ട് എൻട്രി എടുക്കുക, കോൾ ഓപ്ഷൻ മേടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ മിസ്സായെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഹൈയുടെ ലെവൽ, അതായത് ഈ റേഞ്ചിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് റീടെസ്റ്റ് കിട്ടണം. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ റീടെസ്റ്റ് ഇന്ന് നടന്നിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് റീടെസ്റ്റിൽ നിങ്ങൾ, അതായത് ഇവിടെ മിസ്സായ ഒരാൾക്ക് പിന്നെ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഇന്നിപ്പം ഇവിടെ കിട്ടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റീടെസ്റ്റ് സംഭവിച്ചിട്ടില്ല. അപ്പം പക്ഷെ ഇവിടെ ധൈര്യമായിട്ട് ഈ ഒരു സെറ്റപ്പ് ഫോം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇൻസൈഡ് ബാറിന് ലോയിൽ എൻട്രി എടുത്ത ഒരാൾക്ക് ഇവിടെ ഈ ലെവൽ എന്ന് പറഞ്ഞാൽ 118 രൂപയാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ 118 രൂപയ്ക്ക് മേടിച്ച ഒരാൾക്ക് ഇന്ന് എവിടെ 309 രൂപ വരെ പോയി. അതായത് ഏകദേശം ഈ 290, ഏകദേശം 210 രൂപ അല്ലെങ്കിൽ 200 രൂപ, റഫിൽ 200 രൂപ എന്ന് കൂട്ടിക്കോ. അതായത് 200 രൂപയ്ക്ക് അടുത്ത് നമുക്ക്, അതായത് മാക്സിമം നമ്മുടെ ലോസ് എന്ന് പറഞ്ഞാൽ 5 രൂപയാണ്. ആ 5 രൂപ നമ്മൾ SL ഇട്ടുകൊണ്ട് നമുക്ക് 200 പോയിന്റോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഓപ്പണിംഗ് സെറ്റപ്പ് ആണ് നമുക്ക് ഈ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഓപ്പണിംഗിൽ സംഭവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇതിന്റെ ലോജിക് എന്നാന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗിൽ തന്നെ, അതായത് ഓപ്പണിംഗിൽ നമ്മൾ സപ്പോർട്ടിലാണെങ്കിൽ നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ട്രേഡ് ചെയ്യുന്ന നമ്മൾ കോൾ ഓപ്ഷൻ സൈഡിലോട്ടായിരിക്കും. ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഓപ്പണിംഗിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു നല്ല റെസിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ PE സൈഡിലോട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പം
ഇന്നും നമുക്ക് മാർക്കറ്റിന് ഓപ്പണിംഗിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കൊണ്ട് നമ്മൾ കോൾ സൈഡിലോട്ടാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത് ഓപ്പണിംഗിൽ തന്നെ. അതുകൊണ്ട് അതിനുശേഷം ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഒന്നെങ്കിൽ ലോയിൽ എൻട്രി എടുക്കുക, അല്ലെങ്കിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റിൽ വെയിറ്റ് ചെയ്യുക. അപ്പൊ റീടെസ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എടുക്കാൻ വിട്ടുപോയ ആൾക്കാർ പിന്നെ ഇതിങ്ങനെ മേളിലോട്ട് പോകുന്നത് കണ്ടുകൊണ്ട് യാതൊരു കാരണവശാലും ചാടിക്കയറി ഒരിടത്ത് എൻട്രി എടുക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ ഇത്രയും പോയിന്റ്സ് നമുക്കുള്ളതല്ല അത്. കാരണം ഇവിടെ എൻട്രി എടുക്കാൻ വിട്ടുപോയി നിങ്ങൾക്ക് പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ആണ്. അപ്പം ഇവിടെ എൻട്രി എടുക്കാൻ വിട്ടുപോയ ആൾക്കാർക്ക് പിന്നെ റീടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇതിന് ഇൻ ബിറ്റ്വീൻ നമുക്കൊരു എൻട്രി ഇല്ല, അത് വിട്ടേക്കുക. കാരണം നമ്മൾ അങ്ങനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് അത് ലോസിലെ നമുക്ക് അത് ആ ഒരു ട്രേഡ് എൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു 2 എൻട്രി പോയിന്റ്സിൽ മാത്രമേ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്, ഈ 2 എൻട്രി പോയിന്റ്സിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ഓപ്പണിംഗിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു സെറ്റപ്പ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി മാർക്കറ്റിന് ഓപ്പണിംഗിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ചെയ്യുന്ന വീഡിയോ ആണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടതിന് മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പൊ ചാനൽ ദയവായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.